പെൻഷൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ നടപടി ആരംഭിച്ചു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് സർക്കാരിന് ആശ്വാസകരമായ നടപടിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുവാനാണ് സർക്കാർ തിരക്കിട്ട നീക്കം. 2025 ജനുവരി മാസം ആദ്യത്തെ പെൻഷൻ വിതരണമാണ് ആരംഭിക്കുന്നത്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. ജനുവരി മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം തനതു മാസത്തിലെ കുടിശ്ശികയും വിതരണം ചെയ്യും. തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കും സർക്കാരിന്റെ സർവീസ് പെൻഷൻകാർക്കും കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും. സർവീസ് പെൻഷൻകാർക്ക് നൽകുവാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടിയാണ് സർക്കാർ അനുവദിക്കുക. ക്ഷേമ പെൻഷൻകാർക്ക് തനത് പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയും വിതരണം ചെയ്യും. ഇതോടൊപ്പം തന്നെ കേന്ദ്ര ധനസഹായം 2000 രൂപ വീതം അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടവരുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക 3 ഗഡുക്കളായാണ് എത്തിച്ചേരുക. ഗുണഭോക്താക്കൾ അക്ഷയ സെന്റർ വഴിയോ അല്ലെങ്കിൽ PM കിസാന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചോ PM കിസാൻ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് പൂർത്തിയാക്കാത്തവർ പൂർത്തിയാക്കുക. പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഇനി വിതരണം ചെയ്യാൻ പോകുന്ന 2000 രൂപ എത്തിച്ചേരുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.